തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ രാജ്യത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് അങ്ങനെ കഴിയത്തില്ലെന്ന് യേശു പറയുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇതിന് ശേഷമാണ് കർത്താവ് പോലും ദുരാത്മാക്കളെ പുറത്താക്കിയത്. അപ്പോൾ ഈ ആത്മീയ ഗോളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ശുശ്രൂഷിച്ചിട്ടുള്ളവർ പോലും പറയുന്നു അവർ ദുരാത്മാവിനെ കൊണ്ടാണ് ദുരാത്മാവിനെ പുറത്താക്കിയത്. നോ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ സംഭവിച്ചതാണ്, ദുരാത്മാക്കൾ പ്രകടമായി മറ്റുള്ളവരിൽ നിന്നും, പക്ഷേ അത് പ്രോപ്പറായി പുറത്തു പോയില്ല. അതുകൊണ്ടാണ് ഇവർ ശുശ്രൂഷിച്ചിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികൾക്ക് പിന്നീട് കംപ്ലീറ്റ് ഒരു ചേഞ്ച് വരുന്നില്ല, കുടുംബങ്ങൾക്കൊരു മാറ്റം വരുന്നില്ല, ഒരു വിടുതലുണ്ടാകുന്നില്ല, ജീവിതത്തിനകത്ത് കംപ്ലീറ്റ് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം പ്രോപ്പറായൊരു വിടുതൽ നടക്കണമെങ്കിൽ, പ്രോപ്പറായൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ, പ്രോപ്പറായൊരു ഡെലിവറൻസ് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് സംഭവിക്കൂ എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത്, വചനം പഠിക്കുന്നവർ, വചനം മനസ്സിലാക്കുന്നവർ വിശ്വസിക്കല്ലേ. അവർ പറയുന്നത് ശരിയാണ്, അവർ ദുരാത്മാവിലായിരിക്കും അത് ചെയ്തത്. പക്ഷേ പ്രോപ്പറായി ദുരാത്മാവ് ഒരു വ്യക്തിയുടെയോ ശരീരത്തിലോ കുടുംബങ്ങൾക്കകത്തുനിന്നോ പുറത്തു പോകുന്നില്ല. അങ്ങനെ പോകണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ മാത്രമേ. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഞാൻ ദുരാത്മാവിനെ പുറത്താക്കുന്നത്. പിന്നെ പറയുന്നു, ദുരാത്മാവിൻ്റെ രാജ്യത്തെ, ദുരാത്മാവിനെ പുറത്താക്കിയാൽ, പിശാച് അവൻ്റെ തലവനെ കൊണ്ട് ഇത് ചെയ്താൽ, ഒരു വ്യക്തി അത് ചെയ്താൽ അവൻ്റെ രാജ്യം നിലനിൽക്കത്തില്ല, അവൻ്റെ രാജ്യം തകർന്നു പോകും. അതുകൊണ്ട് വചനം പഠിക്കുന്ന, വചനമറിയാവുന്ന, വചനത്തെ ഗ്രഹിക്കുന്ന, ആഴത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ വാക്യങ്ങൾ ധ്യാനിക്കണം, ഈ വാക്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യേശു കർത്താവ് പറയാം, പിതാവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആത്മാവിലാണ് കർത്താവ് ഇത് ചെയ്തത്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, യേശു കർത്താവിനെ അനുഗമിച്ചവരുടെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, 7 ദുരാത്മാക്കൾ പുറത്തുപോയ, 7 ദുരാത്മാക്കളിൽ നിന്നും വിടുതൽ പ്രാപിച്ച മഗ്ദലക്കാരത്തി മറിയയും യേശുവിനെ അനുഗമിച്ചു. അർത്ഥം, പരിശുദ്ധാത്മാവിനാൽ ഈ മറിയയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മറിയയുടെ ശരീരത്തിലുള്ള ദുരാത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് പുറത്താക്കിയപ്പോൾ അവൾ കംപ്ലീറ്റ് ഫ്രീ ആയി. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ബാധയായിരുന്നു. യേശു പറഞ്ഞു, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമാകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെയും യേശു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ദുരാത്മാക്കളെ പുറത്താക്കാൻ കഴിയില്ല. ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയില്ല. ഇത് യേശു പഠിപ്പിച്ചതാണ്, ഇത് യേശു കർത്താവ് കാണിച്ചു തന്നതാണ്. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ, അങ്ങനെ അവരുടെ ശുശ്രൂഷയിൽ അങ്ങനെ നടന്നെന്ന് അവർ വിശ്വസിക്കുന്നെങ്കിൽ റോങ് ടീച്ചിങ് ആണ്, കൾട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കത്തില്ല. ഇനി അവർ കണ്ടിട്ടുണ്ടായിരിക്കും ശരീരത്തിൽ പിശാച് പ്രകടമാകുന്നത്, അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ പ്രസംഗിച്ചപ്പോൾ, അവർ ശുശ്രൂഷിച്ചപ്പോൾ. പക്ഷേ അതിനുശേഷമുള്ള അവരുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ശേഷം അവരുടെ ജീവിതം എങ്ങനെയാണ്, അവർക്ക് കംപ്ലീറ്റ് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഒരു മറുപടി കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് ഈ വചനങ്ങളെ മനസ്സിലാക്കുക, ഈ വചനങ്ങളെ ഗ്രഹിക്കുക. ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിയില്ല. യേശു കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ശക്തിയാൽ ഭൂതങ്ങൾ പുറത്തു പോകുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ നടുവിലുണ്ട്. സ്പഷ്ടം. ഞാൻ നിങ്ങളോട് ഈ സന്ദേശം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, ഒരു കൺഫ്യൂഷനും വേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ നടുവിലുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിനകത്താണ്. ദൈവരാജ്യത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും മറുപടികളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവരാജ്യത്തിൻ്റെ അകത്ത് വന്ന ഈ ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കുന്ന വ്യക്തികളോട് യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എന്ത് ഭക്ഷിക്കും, നാളെ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് ടെൻഷനാകണ്ട. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്കൊരു മാറ്റമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ശരിയായ നിലകളിൽ ശുശ്രൂഷിക്കാനോ, ശരിയായ നിലകളിൽ ആത്മീയമായി വളരാനോ, ശരിയായ നിലകളിൽ സംശയങ്ങൾ ഒട്ടുമില്ലാതെ മുന്നേറാനോ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടാനോ, എല്ലാ നിലകളിലും ഒരു ഡെലിവറൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കൊണ്ട് നിങ്ങളെ ശക്തീകരിക്കും. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാനിത് ചെയ്യുന്നു. ദൈവശക്തി കൊണ്ട് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമായി മാറും. അതുകൊണ്ട്
ആരെങ്കിലും ദുരാത്മാവിനെ കൊണ്ട് ദുരാത്മാവിനെ പുറത്താക്കിയെന്ന് പഠിപ്പിക്കുമ്പോൾ അത് കേട്ട് സംശയിക്കരുത്, വിശ്വസിക്കരുത്. ബൈബിൾ എന്ത് പറയുന്നു അതും മനസ്സിലാക്കുക. അതിൽ പ്രകാരം ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുത്രനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും ഉയർപ്പിക്കും, നിങ്ങളുടെ മർത്തൃ ശരീരങ്ങളെ ഉയർപ്പിക്കും. പുത്രനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ നിശ്ചയമായും അസാധാരണ കാര്യങ്ങൾ, അസാധാരണ ദൈവപ്രവൃത്തികളിൽ നിങ്ങൾ നടക്കും. ഗോഡ് ബ്ലസ് യു.